ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എത്തിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണബ് മോഹൻലാലിനെയും അതുപോലെ തന്നെ ഗ്രാൻഡ് ശ്രീനിവാസനെയും നായകന്മാരാക്കി ഒരുക്കിയ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. നിവിൻ പോളിയും അതുപോലെ തന്നെ ആസിഫ് അലിയും ഗസ്റ്റിലെത്തുന്ന ഈ ചിത്രം അതിമനോഹരമായിട്ടുള്ളൊരു ഫിലിം സ്റ്റോറിയാണ് പറയുന്നത്. ഫിലിമിലേക്ക് ഒരു ചാൻസിനായിട്ട് മദ്രാസിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ട് സുഹൃത്തുക്കളെ കഥയാണ് പറയുന്നത്. ഒരു സുഹൃത്ത് സംവിധായകനായിട്ടും മറ്റേ സുഹൃത്ത് മ്യൂസിക് ഡയറക്ടറായിട്ടും എത്താൻ വേണ്ടി ശ്രമിക്കുന്ന സ്റ്റോറിയാണ് കാണിച്ചത്. അവരുടെ ജീവിതമാണ് കാണിച്ചത്. അതിലൊരു ഡയറക്ടറാകാൻ ശ്രമിച്ച നായകൻ ഡയറക്ടറായി മാറുകയും മ്യൂസിക് ഡയറക്ടറാകാൻ ശ്രമിച്ച ആളുകൾ മ്യൂസിക് ഡയറക്ടറാകാതെ അതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും അത് ഗംഭീരമായിട്ട് തന്നെ ഉണ്ട്. പ്രണബ് മോഹൻലാൽ ആയാലും ഗ്രാൻഡ് ശ്രീനിവാസനായാലും പിന്നെ നിവിൻ പോളി വന്നിരിക്കുന്ന ക്യാരക്ടർ അത് ഗംഭീരമായി നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി ജസ്റ്റ് 2 റോളുകൾ മാത്രമേ ആസിഫ് അലിക്കുള്ളൂ. അതും ആസിഫ് അലി ഗംഭീരമായിട്ടുണ്ട്. തീർച്ചയായും ഫാമിലിയോട് ഒത്ത് പോയി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം. തീർച്ചയായും നിങ്ങൾ ഫാമിലിയോട് ഒത്തൊരുമിച്ച് കാണാൻ പറ്റുന്ന നല്ലൊരു ഫാമിലി മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം. തീർച്ചയായും പോയി കണ്ട് മനോഹരമായ ചിത്രം അഭിപ്രായം പറയുക.